അപ്പം ഇന്ന് നമുക്ക് ഇസ്രായേൽ എന്നുള്ള ആ ജാതിയെക്കുറിച്ച്, അവരുടെ യഥാസ്ഥാപനം എന്നുള്ള വിഷയത്തെക്കുറിച്ച് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്പകാര്യം നമുക്ക് പഠിക്കാം. ഇസ്രായേലിൻ്റെ യഥാസ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആർക്കെല്ലാം പ്രയോജനം ചെയ്യുന്നു? യഥാസ്ഥാപനത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നിത്യാദി വിഷയങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. യഥാസ്ഥാപനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പൂർവാവസ്ഥയുടെ പുനഃസ്ഥാപനം എന്നാണ്. മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് വീണ്ടും ആക്കി തീർക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഇസ്രായേലിനെ സംബന്ധിച്ച് സാമാന്യ രീതിയിലുള്ള അറിവുകൾ ലോകത്തിൽ മിക്കവാറും എല്ലാവർക്കും തന്നെ ഉണ്ട്. അവർ സകല ജാതികളിലും വെച്ച് ഒരു വ്യത്യസ്ത നിയമമുള്ളവരും യഹോവ ദൈവമായിരിക്കുന്ന ഒരു ജാതിയും അവർക്ക് പ്രത്യേക ഭരണ വ്യവസ്ഥിതികളും ഉള്ളവരാണ് എന്നുള്ള ബോധ്യം നമുക്കറിയാം. ആ ആദ്യ കാലം മുതൽ പരിശോധിക്കുമ്പോൾ യഹോവ അവരുമായിട്ട് ഇടപെടുകയും അവർക്ക് പ്രത്യേക ന്യായാധിപന്മാരെയും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയൊക്കെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള ചരിത്രങ്ങൾ പഴയ നിയമത്തിൽ വളരെ നിബിഡമായി നിറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ. ഇസ്രായേൽ എന്നുള്ള ജാതിയിൽ കൂടെ ദൈവം ലോകത്തിന് കൈവരുത്തുവാൻ പോകുന്ന അനുഗ്രഹങ്ങളുടെ നിവർത്തികളുടെ സമയത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു കാലത്ത് ഇസ്രായേൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ ആനുകൂല്യത്തിൽ കഴിഞ്ഞിരുന്നു. അത് വളരെ കുറച്ച് കാലങ്ങൾ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണം നിരസിക്കുകയും അവർക്ക് അതിൻ്റെ രീതിയിലുള്ള ശിക്ഷകൾ ദൈവം അനുവദിക്കുകയും ചെയ്തു. ബാബിലോൺ ചക്രവർത്തിയുടെ കാലത്തും ഇസ്രായേൽ പീഡിപ്പിക്കപ്പെട്ടു. അത് കഴിഞ്ഞവർ യെരുശലേമിൽ മടങ്ങി വന്നു. വീണ്ടും AD 70 ഒരു വലിയ ശിക്ഷ അവർക്ക് വരികയും ചെയ്തു. ഇതെല്ലാം പ്രത്യേകമായ ദൈവത്തിൻ്റെ നിർണയങ്ങൾ അവർ ഉപേക്ഷിച്ചതിൻ്റെ പേരുള്ള ശിക്ഷയാണ്. മറ്റ് ലോകജാതികൾക്ക് ഇങ്ങനെ പ്രത്യേകമായൊരു നിയമത്തിൻ്റെ കീഴിലുള്ള ശിക്ഷകളൊന്നും ഇതുവരെയും അനുഭവിച്ചിട്ടില്ലെന്നുള്ളതാണ്. അതാണ് ഇസ്രായേലിനെ വ്യത്യസ്തമാക്കി വച്ചിരിക്കുന്നത്. മറ്റുള്ള ലോക ജനതകൾ അനുഭവിക്കുന്ന പീഡകളും ദുരിതങ്ങളും ആദാമ്യ പാപത്തിൻ്റെ ഫലമായിട്ടുള്ള പരിണിത ഫലങ്ങളും അവസ്ഥകളുമാണ്. എന്നാൽ അതിലുപരിയായി ഇസ്രായേലിനെ ദൈവം സംരക്ഷിക്കുന്നതും ശിക്ഷിക്കുന്നതും ദൈവത്തിൻ്റെ പ്രത്യേകമായ നിയമവ്യവസ്ഥിതിയുടെ അടിസ്ഥാനത്തിലാണെന്നാണ് പറയുന്നത്. നമ്മൾ പ്രവചന ഭാഗങ്ങളിലെ ചില വാക്യങ്ങൾ മനസ്സിലാക്കി ഇസ്രായേലിനെ സംബന്ധിച്ച് അല്പകാര്യം നമുക്ക് മനസ്സിലാക്കാം. ആമോസിൻ്റെ പ്രവചനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ, ഞാൻ യഹൂദായിൽ ഒരു തീ അയക്കും, അത് യെരുശലേമിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ഇസ്രായേലിനെ കുറിച്ച് ഉള്ള ഒരു പ്രവചനമാണ് ഇത്. ഇസ്രായേലിനെ ദൈവം അറിയിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കും, അത് ഇസ്രായേലിൻ്റെ അരമനകളെ, യെരുശലേമിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ഈ സംഭവം BC 606 ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ റോമൻ സൈന്യത്തിൻ്റെ ആക്രമണം മൂലം AD 70 ഒരു വലിയ സംഹാരം ഇസ്രായേലിനുണ്ടായി. പഴയ നിയമ പ്രവചനങ്ങളുടെ നിവൃത്തികൾ
പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഉള്ളതാണ്. വളരെ അടുത്ത കാലത്ത് സംഭവിക്കുന്നതും ദീർഘനാൾ കഴിഞ്ഞ് സംഭവിക്കുന്നതും ആയ പ്രവചനങ്ങൾ അങ്ങനെ കാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ AD 70 അയച്ച ആ തീയെ അത് യെരുശലേമിൻ്റെ അരമനകളെ ദഹിപ്പിച്ചതിൻ്റെ ശേഷം 2000 ചില്ലുവാനും വർഷം ഇസ്രായേൽ ഈ ശിക്ഷയുടെ പേരിൽ പ്രവാസികളായി കഴിയേണ്ടി വന്നു. അപ്പോൾ ഈ ശിക്ഷാ കാലഘട്ടത്തിൽ നിന്നും ഇസ്രായേലിനൊരു മോചനം നൽകുമെന്നും വിശുദ്ധ തിരുവെഴുത്തുകൾ പറയുന്നു. എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. 36-8 പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു എന്നാണ്. ഇസ്രായേലിന് അനുകൂലമായി ദൈവം തിരിഞ്ഞിരിക്കുന്നു എന്നാണ്. കഴിഞ്ഞ ഒരു വർഷത്തിൽ നടന്ന യുദ്ധത്തിൽ നമുക്ക് ഇസ്രായേലിന് ചില ആനുകൂല്യങ്ങൾ യഹോവ നൽകുന്നതായിട്ട് കാണാൻ കഴിയും. ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്നും നശിപ്പിച്ചു കളയുന്നതിനു വേണ്ടി ജാതികൾ അവരുമായിട്ട് യുദ്ധം ചെയ്യുകയും അതിൽ ദൈവം അവരെ സംരക്ഷിക്കുകയും ചെയ്ത വിധങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പം ഇസ്രായേലിൻ്റെ ശിക്ഷാകാലം കഴിഞ്ഞിട്ട് അവർക്കൊരു രക്ഷയുടെയും അനുഗ്രഹത്തിൻ്റെയും കാലങ്ങളെ ദൈവം തിരിച്ചു കൊണ്ടുവരുന്നു എന്നാണ്. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. അതിൻ്റെ പേരിൽ അവരെ ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കുകയാണ്. എസെക്കിയേൽ പ്രവചനം 36-ന്റെ 24-ാം വാക്യം വായിച്ചു. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നും കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ചു സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വദേശത്തേക്ക് വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. ഇസ്രായേലിന് നൽകപ്പെട്ട പ്രമാണം അത് വളരെ കാഠിന്യമേറിയ പ്രമാണമായിരുന്നു. ആ പ്രമാണം ലംഘിക്ക വഴിയാണ് ഇസ്രായേൽ ശിക്ഷിക്കപ്പെട്ടത്. ആ പ്രമാണം അനുസരിക്കാൻ അവർ അപ്രാപ്തരാണെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവരെ തിരിച്ചു വരുത്തുമ്പോൾ അവർക്ക് നിർമ്മല ജലം നൽകപ്പെടുമെന്നാണ്. എന്താണ് ഈ നിർമ്മല ജലം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ് ഈ നിർമ്മല ജലം. അത് ന്യായപ്രമാണത്തെ അപേക്ഷിച്ച് വളരെ നേർത്തതാണ്. ന്യായപ്രമാണം പ്രവൃത്തികളുടെ പ്രമാണമാണ്. അത് പ്രവർത്തിച്ചാൽ മാത്രമേ നിത്യജീവൻ ലഭിക്കൂ. പക്ഷെ ക്രിസ്തുവിൻ്റെ പ്രമാണം വിശ്വാസത്താൽ അനുഷ്ഠിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ആ നിർമ്മല ജലത്താൽ ഇസ്രായേൽ കഴുകപ്പെടും എന്നാണ് പ്രവചനത്തിൽ കൂടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇസ്രായേലിന് ഒരു ആനുകൂല്യവും സംരക്ഷണയും യഹോവയിൽ നിന്ന് ലഭിക്കും എന്നാണ്. യെശയ്യാ പ്രവചനം 27-ാം അധ്യായം 6-ാം വാക്യം ഇസ്രായേലിനെ കുറിച്ച് ഒരു കാര്യം അവിടെ പറയുന്നു.
ഇസ്രായേൽ തളിർക്കുന്നതിനെ കുറിച്ചാണ്. വരുംകാലത്ത് യാക്കോബ് വേരൂന്നുകയും ഇസ്രയേൽ തളിർത്തു പൂക്കുകയും അങ്ങനെ ഭൂതലത്തിന്റെ ഉപരിഭാഗം ഫലപൂർണമാകുകയും ചെയ്യും. വരുംകാലത്ത് യാക്കോബ് വേരൂന്നുകയും ഇസ്രയേൽ തളിർത്ത് പൂക്കുകയും ചെയ്യും. ഒരു ഭാവിയെ കുറിച്ചാണ് പറയുന്നത്. ഇത് സംഭവിച്ചത് എന്നാന്ന് നമുക്കറിയാം. 1948 ഇസ്രായേൽ വേരൂന്നി. യാക്കോബ് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ 12 ഗോത്രത്തിൻ്റെ പിതാവിനെ കുറിച്ചാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഇസ്രായേലിന് ഒരു സ്ഥിരമായ താമസ സ്ഥലമുണ്ടാകും. അവർ സ്വദേശത്തേക്ക് മടങ്ങി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മടങ്ങി വരുന്ന കാലത്താണ് ഈ നിർമ്മല ജലം അവർക്ക് നൽകപ്പെടുന്നത്. അവരുടെ മേൽ നിർമ്മല ജലം തളിക്കും. അപ്പം ഇസ്രായേൽ മുഴുവൻ ലോകത്തിനും ഒരു പ്രശംസാ വിഷയമാകും. മുഴുവൻ ലോകജാതികൾക്കും ഇസ്രായേൽ ഒരു അടയാളമായി തീരും. എന്തിൻ്റെ അടയാളമാണ്? ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അവരെ സംരക്ഷിക്കുന്നു എന്നുള്ളതിന് ഇസ്രായേൽ തന്നെ ഒരു അടയാളമായി തീരും. അങ്ങനെ അടയാളമായി തീരുമ്പോൾ ഇസ്രായേൽ യഹോവയുടെ സാക്ഷികളായി തീരുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. ശയാപ്രവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്ന്. മുഴുവൻ ലോക ജനതയുടെ ഇടയിൽ ഇസ്രായേൽ ഒരു സാക്ഷിയായി തീരും. അപ്പോൾ എങ്ങനെയാണ് ഈ നിർമ്മല ജലം തളിക്കുമ്പോൾ ഇവർ സാക്ഷികളായി തീരുന്നത് എന്നുള്ളതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന മഹത്തായ തത്വം. യേശുക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണ്. ഒന്നാം വരവിൽ യഹൂദ ജാതിയുടെ ഇടയിലേക്ക് ക്രിസ്തുവിനെ അയച്ചു കൊടുത്തു. പക്ഷെ അന്നവർ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു. ആ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് ഇസ്രായേൽ വീണ്ടും ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആക്കി തീർക്കും എന്നുള്ളതാണ്. അപ്പം ഇസ്രായേലിൻ്റെ ഈ രണ്ടാമത്തെ മടങ്ങി വരവ് എന്ന് പറഞ്ഞാൽ അവർ ബാബിലോണിൽ നിന്നും മടങ്ങി വന്നു. അതിൻ്റെ ശേഷം AD 70 ഭൂലോകം മുഴുവൻ ചിതറിപ്പോയി. അവിടെ നിന്നുള്ള മടങ്ങി വരവ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ അടയാളമായി ലോകത്തിന് തീരാൻ പോകുന്നു എന്നുള്ളതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിരിക്കുന്ന ദൈവം ഒളിച്ചു വച്ചിരിക്കുന്ന മഹാസത്യം. ഇന്ന് നമ്മൾ പ്രവാചകന്മാരുടെയും വിശുദ്ധ അപ്പോസ്തലന്മാരുടെയും ഉപദേശങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ലോകത്തിൻ്റെ പോക്ക്, ലോകത്തിൻ്റെ ഗതി, ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ അടയാളം, ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നതിന് തെളിവായിട്ട് ഇസ്രായേലിൻ്റെ ഈ യഥാസ്ഥാപനമാണ് നമുക്ക് അടയാളമാക്കി വച്ചിരിക്കുന്നത്. കാരണം ജഡിക ഇസ്രായേലിനെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ ഭണ്ഡാര വിചാരകന്മാരായി ദൈവം അവരെ ആദ്യം മുതലേ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള വിശ്വസ്തത അവർ കാണിച്ചില്ല എങ്കിലും ദൈവം ഉദ്ദേശിച്ച കാര്യം അവരിൽ കൂടെ തന്നെ നടപ്പാക്കും എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇസ്രായേലിനെ കൈവിടാതെ ദൈവം ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ ഇസ്രായേൽ മുഖാന്തരം വരുവാനുള്ള മഹാ അനുഗ്രഹങ്ങൾ അതിൻ്റെ മുന്നോടിയായിട്ട് 1948 ഇസ്രായേലിനെ ഒരുക്കി നിർത്തിയിരിക്കുന്നു. ആമോസ് 9:15 വീണ്ടും ഇസ്രായേലിനെ കുറിച്ച് പറയുന്നു. എന്താണ് അവിടെ? ഇസ്രായേലിന് ഒരു സ്ഥിരമായ താമസ സ്ഥലം ഉണ്ടാകും എന്നാണ്. ആമോസ് 9:15 ഇനി അവരെ ആരും സ്വദേശത്തു നിന്ന്
പറിച്ചു കളകയില്ല. ഞാൻ അവരെ അവരുടെ ദേശത്തു നടും. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തു നിന്നും അവരെ ഇനി പറിച്ചു കളയുകയുമില്ല എന്നു നിന്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും. ഇനി അവരുടെ ദേശത്ത് നിന്ന് ആരും അവരെ പറിച്ചു കളകയില്ല. നർവികൾ ഇസ്രായേലിനെ നിർമൂലമാക്കുവാനുള്ള കപടവിദ്യകൾ പ്രയോഗിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതൊന്നും ഇനി നടക്കുന്ന കാര്യമല്ല. അവർ അബ്രഹാമിൻ്റെ മക്കളെന്ന വിധത്തിൽ വാഗ്ദത്തങ്ങളുടെ അവകാശികളും അത് നിവർത്തിക്കുന്നതിൻ്റെ വേലകളിലേക്കും ഇസ്രായേൽ വ്യാപൃതരാകാൻ പോകുന്നു. അതുകൊണ്ട് ഇനി അവരെ ആരും സ്വദേശത്തു നിന്ന് പറിച്ചു കളയില്ല. നമ്മൾ ഈ ഇസ്രായേലിനെ കുറിച്ച് പഠിക്കുന്ന ഈ വിഷയങ്ങളെല്ലാം ഇന്ന് ക്രൈസ്തവരുടെ നിലവിലിരിക്കുന്ന പല അന്ധവിശ്വാസങ്ങളെയും വേരോടെ പറിച്ചു കളയാൻ വേണ്ടിയിട്ടും കൂടിയുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഈ ഭൂമിയെയും പ്രപഞ്ചത്തെയും ഇല്ലാതെയാക്കി ഒരു ചെറിയ വിഭാഗത്തെ മാത്രം രക്ഷിക്കാൻ യേശുക്രിസ്തു വരുന്നു എന്നുള്ള ആ മിഥ്യാബോധങ്ങളും വിശ്വാസങ്ങളും ഒക്കെ തകർന്നു പോകുന്ന നിവൃത്തികളാണ് ഇസ്രായേലിൽ കൂടെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇസ്രായേലിനെ കുറിച്ചുള്ള ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാം വരവിലെ യേശു വരുന്നതിന് വേണ്ടി ഇസ്രായേലിനെ ദൈവം ഒരുക്കി നിർത്തി. രണ്ടാം വരവിൽ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഇസ്രായേലിനെ ഒരുക്കി നിർത്തേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമാണ്. അതായത് ഈ ഭൂമിയെയും പ്രപഞ്ചത്തെയും മുഴുവൻ നശിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടല്ല. അപ്പം ചില ഉപദേശങ്ങളെ നമുക്ക് ഖണ്ഡിച്ചു കളയുവാൻ ഈ സത്യങ്ങൾ കണ്ടെത്തുക വഴി സാധിക്കും. അപ്പോൾ വരുംകാലത്ത് ഇസ്രായേൽ വേരൂന്നും ഞാൻ അവരുടെ മേൽ നിർമ്മല ജലം തളിക്കും. ഞാനിനി അവരുടെ ഹൃദയം അവർക്ക് മാംസമായുള്ള ഹൃദയം നൽകും. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് അരുളി ചെയ്തിരിക്കുന്നു. ഞാൻ അവരുടെ പിതാക്കന്മാരെ മിസ്രയീമിൽ നിന്ന് കൈപിടിച്ചു കൊണ്ടുവന്നപ്പോൾ ചെയ്തതുപോലെയല്ല. അന്ന് കൊണ്ടുവന്നത് പ്രമാണം ഏതാണ്? അത് ന്യായപ്രമാണമാണ്. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഏതാ? യേശുക്രിസ്തുവാകുന്ന ന്യായപ്രമാണം ഓരോ യഹൂദന്റെയും ഉള്ളിലാക്കപ്പെടും. അങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. ഇസ്രായേൽ മുഴുവൻ ആ ക്രിസ്തുയേശുവിൻ്റെ നിർമ്മല വചനങ്ങളിൽ കൂടി നിർമ്മല ജലം തളിക്കപ്പെട്ടവരായി ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് വേദപുസ്തകത്തിൻ്റെ ഉപദേശം. അതുകൊണ്ട് നാം കൂടുതൽ ഇസ്രായേലിനെ കുറിച്ച് പഠിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. റോമാലേഖനം 11-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇസ്രായേലിനെ കുറിച്ച് പറയുന്നു. പഴയ നിയമ തിരുവെഴുത്തുകളുടെ നിവൃത്തി എന്നോണം എന്താണ് സംഭവിക്കേണ്ടതെന്ന കാര്യം ഇസ്രായേലിനെ സൂചിപ്പിച്ചുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നു. 12-ാം വാക്യം. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുത്തുവാൻ കാരണമായെങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്ര അധികം. ഇസ്രായേലിന്റെ ലംഘനം, ഇസ്രായേൽ ദൈവത്തെ അനുസരിക്കാതിരുന്നത് ജാതികൾക്ക് അനുഗ്രഹം വരുവാൻ കാരണമായി എന്നാണ്. ഉണ്ടോ? ഇസ്രായേൽ ചെയ്ത ഒരു തെറ്റ് ബഹുജാതികൾക്ക് അനുഗ്രഹത്തിൻ്റെ വഴിയായി. അതെന്താണെന്ന് നമുക്ക് സാമാന്യമായിട്ട് അറിയാവുന്നതാണ്. ഇസ്രായേൽ അവിശ്വസ്തരായി തീർന്നതിൻ്റെ പേരിൽ ദിവ്യ കൃപ ജാതികളിലേക്ക് പോയതിനെ കുറിച്ചാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ അനുസരണക്കേട് ജാതികൾക്ക് അനുഗ്രഹമായി എങ്കിൽ 15-ാം വാക്യത്തിൽ എന്താ പറഞ്ഞതെന്ന് നോക്കാം. അനുഗ്രഹവും ശാപവും ജാതികൾക്കും ഇസ്രായേലിനും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 15-ാം വാക്യത്തിൽ അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും. അപ്പൊ ഇസ്രായേല് ദൈവകൃപയിൽ നിന്ന് തള്ളപ്പെട്ടത് ജാതികൾക്ക് അനുഗ്രഹമായെങ്കിൽ
അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പാകും. കണ്ടോ, ഇതിൽ കൂടിയ വലിയൊരു കാര്യം ഇനി നടക്കാനില്ല. ഇസ്രായേലിനെ ദൈവം അംഗീകരിച്ചു കഴിയുമ്പോൾ, ഇസ്രായേൽ ക്രിസ്തുവിനെ അംഗീകരിച്ചു കഴിയുമ്പോൾ മരിച്ചുപോയ ജനകോടികൾ ഭൂമിയിലേക്ക് പുനരുത്ഥാനം ചെയ്തു വരുവാൻ തുടങ്ങുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇസ്രായേൽ ക്രിസ്തുവിനെ അംഗീകരിക്കുമ്പോൾ യേശു ക്രിസ്തു രണ്ടാമത് വന്നു എന്നുള്ളതിന്റെ തെളിവാണ്. കാരണം ക്രിസ്തുവിന്റെ രണ്ടാം വരവിലാണ് മരിച്ചവരുടെ പുനരുത്ഥാനം നടക്കുന്നത്. പലരും വിചാരിച്ചിരിക്കുന്നു അപ്പോസ്തലന്മാരും വിശുദ്ധന്മാരും ഒക്കെ മരിച്ച് അവർ സ്വർഗത്തിൽ കഴിയുകയാണെന്നാണ്. അങ്ങനെ സ്വർഗത്തിൽ കഴിയുന്നു എന്നുള്ളതിന് യാതൊരു തെളിവും വേദപുസ്തകത്തിലില്ല. മരിച്ചവരിൽ നിന്ന് ആദ്യനായി പുനരുത്ഥാനം ചെയ്ത് യേശുക്രിസ്തുവാണ്. നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനം ഉണ്ടാകും എന്നാണ് മനുഷ്യപുത്രന്റെ രണ്ടാമത്തെ വരവിലാണ്. ക്രിസ്തുവിന്റെ രണ്ടാം വരവിലാണ് സഭയുടെ ആയാലും അല്ലാതെ ഉള്ളവരുടെയും പുനരുത്ഥാനം ക്രിസ്തുവിന്റെ രണ്ടാം വരവിലാണ്. അപ്പൊ യേശുക്രിസ്തു രണ്ടാമത് വന്നോ എന്നുള്ളതിനും മരിച്ചവർ പുനരുത്ഥാനം ചെയ്തോ എന്നുള്ളതിനും തെളിവ് ഇസ്രായേലിന്റെ യഥാസ്ഥാപനമാണ്. ഇസ്രായേലിന്റെ യഥാസ്ഥാപനം എന്താണ് എന്ന് നമുക്ക് തുടർന്നുള്ള കാര്യങ്ങളിൽ ഒന്ന് ചിന്തിക്കാം. എന്താണ് യഥാസ്ഥാപനം എന്നുള്ളത്? യഥാസ്ഥാപനം എന്ന് പറഞ്ഞാൽ പൂർവാവസ്ഥയുടെ പുനഃസ്ഥാപനം എന്നാണ്. ഇസ്രായേൽ ദൈവകൃപയിലായിരുന്നു, അവർ ദൈവകൃപയിൽ നിന്ന് തള്ളപ്പെട്ടു, വീണ്ടും അവർ ദൈവകൃപയിലേക്ക് വരുന്നു. അതിൻ്റെ ഫലമായി മരിച്ചവരുടെ പുനരുത്ഥാനം എന്നുള്ള ആ വലിയ സംഭവം ഈ ഭൂമിയിൽ നടക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള ഇസ്രായേലിൻ്റെ യഥാസ്ഥാപനം ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അവര് രാഷ്ട്രീയമായി യഥാസ്ഥാപനപ്പെട്ടു, പക്ഷേ ആ യഥാസ്ഥാപനമല്ല മരിച്ചവരുടെ പുനരുത്ഥാനം. ഇസ്രായേൽ ആത്മീകമായി യഥാസ്ഥാപനം ചെയ്യപ്പെടണമെന്നാണ്. ആത്മീകമായി ഇസ്രായേൽ യഥാസ്ഥാപനപ്പെടുന്നത് അവർ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുക വഴിയാണ്. 25-ാം വാക്യത്തിൽ എന്താ പറഞ്ഞതെന്ന് നോക്കാം. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്നും അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുവാൻ പോകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അങ്ങനെ പാപങ്ങളെ നീക്കുമ്പോൾ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരുന്നു. യേശുക്രിസ്തു രാജാവായി വരുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. ഇത് രണ്ടാമത്തെ വരവിലാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ സംഭവിക്കുന്ന കാര്യം ഒന്ന്, ഇസ്രായേലിനെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. ഏതിൽ നിന്ന്? അന്ധതയിൽ നിന്ന് മോചിപ്പിക്കുക. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അന്ധതയിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ വരവിൽ നടക്കുന്നത്. സക്കറിയാവിന്റെ പ്രവചനം 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇസ്രായേലിന്റെ യഥാസ്ഥാപനം, ആത്മീയമായിട്ട് അവരെങ്ങനെയാണ് യഥാസ്ഥാപനപ്പെടേണ്ടതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. സക്കറിയ പ്രവചനം 8:13 യഹൂദാഗ്രഹവും ഇസ്രായേൽ ഗ്രഹവുമായുള്ളവരെ, നിങ്ങൾ ജാതികളുടെ ഇടയിൽ ശാപമായിരുന്നതുപോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ടു നിങ്ങൾ അനുഗ്രഹമായി തീരും. ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹമായി തീരും. നിങ്ങൾ ജാതികളുടെ ഇടയിൽ ശാപമായിരുന്നു. എത്ര വർഷമാണ്? 2000 ചില്ലുവാനും വർഷം ഇസ്രായേൽ ജാതികളുടെ ഇടയിൽ, ലോകരാജ്യങ്ങളിൽ ശാപമായി കഴിഞ്ഞിരുന്നു.
അതിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്നു. അതിന് ശേഷം 20 മുതൽ 23 വരെയുള്ള വാക്യം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇനി ജാതികളും അനേക പട്ടണങ്ങളിലെ നിവാസികളും വരുവാനിടയാകും. ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിലേക്ക് ചെന്ന്, വരുവിൻ, നമുക്ക് യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിനും സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കേണ്ടതിനും പോകാം, ഞാനും പോരുന്നു എന്ന് പറയും. അങ്ങനെ അനേക ജാതികളും ബഹുവംശങ്ങളും യെരൂശലേമിൽ സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിപ്പാനും യഹോവയെ പ്രസാദിപ്പാനും വരും. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ആ കാലത്ത് ജാതികളുടെ സകല ഭാഷകളിൽ നിന്നും 10 പേർ ഒരു യഹൂദന്റെ വസ്ത്രാഗ്രം പിടിച്ചു, ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് ഞാൻ കേട്ടിരിക്കയാൽ ഞങ്ങൾ നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് പറയും. അപ്പൊ എന്താണ് ഇസ്രായേലിന്റെ യഥാസ്ഥാപനം? ഇസ്രായേൽ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കും. ഇസ്രായേൽ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുമ്പോൾ അനേക ജാതികളും വരും. ഇസ്രായേലിനുമായിട്ടുള്ള ബന്ധത്തിൽ അനേക ജാതികളും ഇസ്രായേലുമായി ബന്ധത്തിൽ വന്നിട്ട് പറയുന്നു, യഹോവയെ അന്വേഷിക്കേണ്ടതിനും യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിനും നാം യെരൂശലേമിലേക്ക് പോവുക. അപ്പം ഞങ്ങളും പോരുന്നു എന്ന് ജാതികൾ പറയും. അപ്പം ജാതികളും ഇസ്രായേലും തമ്മിൽ യഹോവയുടെ വചനങ്ങളിൽ കൂടി ഒരു വിശ്വാസത്താലുള്ള യാത്ര ആരംഭിക്കുവാൻ പോകും. യെരൂശലേമിലെ യഹോവയെ ആരാധിക്കാൻ വരും. യെരൂശലേം രാജാവിൻ്റെ നഗരം എന്നാണ് പറഞ്ഞത്. യെരൂശലേം അതിൻ്റെ സ്വസ്ഥാനത്ത് പണിയപ്പെടും. ദാവീദിൻ്റെ പട്ടണം അത് പൂർവാവസ്ഥയിൽ സ്ഥാപിക്കപ്പെടും. ഇങ്ങനെയുള്ള പ്രവചനങ്ങളെ കൊണ്ട് പഴയ നിയമ തിരുവെഴുത്തുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ മുഴുവൻ പേരും ഇസ്രായേലിലേക്ക് ആകർഷിക്കപ്പെടും ജാതികൾ. അപ്പം ജാതികളും ഇസ്രായേലും ചേർന്ന് യേശുക്രിസ്തുവിനെ അംഗീകരിക്കുകയും യേശു ദൈവപുത്രനെന്ന് ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉടലെടും. ഇത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. അതോടുകൂടി ഇപ്പം ജീവിച്ചിരിക്കുന്നവരിലാണ് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് നിന്റെ രാജ്യം വരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആ രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ ആത്മീയ വശങ്ങളും അനുഗ്രഹങ്ങളും സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിൽ കൂടെയാണ് അതിൻ്റെ അനുഗ്രഹങ്ങൾ പ്രത്യക്ഷമായിട്ട് വരുന്നത്. അതിനെക്കുറിച്ച് പ്രവചനത്തിൽ പറയുന്നുണ്ട്, നിന്റെ ആലോചനക്കാരെ ആരംഭത്തിൽ എന്ന പോലെയാക്കും, നിന്റെ ന്യായാധിപന്മാരെ ആദിയിങ്കൽ എന്ന പോലെയാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അപ്പൊ ക്രിസ്തുവും സഭയും തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നത് ജഡിക ഇസ്രായേലിൽ കൂടിയുള്ള പ്രത്യക്ഷമായ പ്രവർത്തനങ്ങളിൽ കൂടിയാണ്. ക്രിസ്തുവും സഭയും അദൃശ്യരാണ്. ക്രിസ്തുവും സഭയും ഇനി ദൃശ്യരായ ഭൂമിയിൽ ഒരുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവർ അമർത്യപ്രകൃതിയിലായിരിക്കുന്നു. ഈ അമർത്യപ്രകൃതിയും അനുഗ്രഹവും പ്രാപിച്ച ക്രിസ്തുവും സഭയും ഇനി ക്രിസ്തുയേശുവിൻ്റെ ബലിമരണം മുഖാന്തരമുള്ള അനുഗ്രഹങ്ങൾ ഇസ്രായേലിനും സകല ജാതികൾക്കും നൽകുന്നതിന് വേണ്ടിയിട്ടാണ് രാജ്യം സ്ഥാപിക്കുന്നത്. ആ രാജ്യം സ്ഥാപിക്കുക വഴി ഒന്നാമത് ചെയ്യുന്ന പ്രക്രിയ എന്താണെന്ന് വെച്ചാൽ നീതിയിൽ ഉള്ള ഒരു ന്യായവിധിയാണ്. ഈ നീതിയിലുള്ള ന്യായവിധി നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇസ്രായേൽ മുഴുവൻ ക്രിസ്തുവിനെ അംഗീകരിക്കും. അപ്പോൾ ഇസ്രായേലിൻ്റെ അനുഗ്രഹങ്ങൾ മുൻകാലത്തിലെന്ന പോലെ യഹോവയിൽ നിന്ന് അവർക്ക് പ്രാപിക്കുവാൻ കഴിയും. ഇനി അവരെ ആരും സ്വദേശത്ത് നിന്ന് പറിച്ചു കളയില്ല. അപ്പം ഇസ്രായേലിൻ്റെ ഈ കൂടിവരവ്, ഈ മടങ്ങിവരവ് മുഴുവൻ മനുഷ്യരാശിക്കും അനുഗ്രഹത്തിൻ്റെ ഒരു വാതിലായിരിക്കും.
ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു. കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തിരുവെഴുത്തുകളുടെ പൂർണ്ണമായ അറിവിലേക്കും അതിൻ്റെ പഠനത്തിലേക്കും നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ വീണ്ടും വീണ്ടും ക്ഷണിക്കുന്നു. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇന്ന് അവസാനിപ്പിക്കാം.